ഗൂഗിൾ പുതിയൊരു ക്വാണ്ടം ചിപ്പ് അവതരിപ്പിച്ചു. അതിൻ്റെ പേര് വില്ലോ എന്നാണ്. ഈ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വാർത്തകളും നമ്മൾ പല മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ പേജുകളിലും വീഡിയോസുമായിട്ട് കാണാറുണ്ടെങ്കിലും ഗൂഗിൾ കണ്ടെത്തിയ ഈ ഒരു പർട്ടിക്കുലർ ചിപ്പിൻ്റെ പ്രാധാന്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ക്വാണ്ടം പെർഫോമൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ഗൂഗിൾ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാൻ ഒരൊറ്റ വ്യക്തിയുടെ എക്സിലുള്ള ട്വീറ്റ് നോക്കിയാൽ മതിയാവും. അത് ഇലൺ മസ്ക് സുന്ദർ പിച്ചൈക്ക് കൊടുത്ത ഒരു മറുപടിയാണ്. സുന്ദർ പിച്ചൈ ഈ ഒരു ക്വാണ്ടം ചിപ്പ് കണ്ടെത്തിയതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിൻ്റെ മറുപടിയായിട്ട് ജസ്റ്റ് വാവ് എന്ന് മാത്രമാണ് ഇലൺ മസ്ക് കമൻറ്റ് ചെയ്തത്. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റാർഷിപ്പിനകത്ത് നമ്മൾ സ്പേസിൽ ഭാവിയിൽ ഈ ഒരു ചിപ്പ് ഉപയോഗിക്കും എന്ന് സുന്ദർ പിച്ചൈ എഴുതിയപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ട് അവരുടെ ചാറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇലൺ മസ്കിനെ പോലെയുള്ള ടെക് ഭീമന്മാർ പോലും അമ്പരപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നു ക്വാണ്ടം ചിപ്പ് എന്ന് പറഞ്ഞാൽ. അതിന് കാരണം നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ കമ്പ്യൂട്ടറുകൾ, അത് സൂപ്പർ കമ്പ്യൂട്ടറുകളായാൽ പോലും അവയ്ക്കുള്ള പരിമിതികളെയും പരിധികളെയും മറികടന്നുകൊണ്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനുകളും പ്രോസസ്സുകളും വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തണം എന്ന ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സ്റ്റാർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഭാവിയിൽ സ്പേസിലേക്ക് പോകുമ്പോൾ വളരെയധികം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. മറ്റ് ഗ്രഹങ്ങളിലൊക്കെ ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ അതിനുവേണ്ടി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ അത്യാവശ്യമാണ്. ഗൂഗിളിൻ്റെ അഭിപ്രായത്തിൽ അവർ കണ്ടെത്തിയ വില്ലോ എന്ന് പറയുന്ന ചിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് RCS അല്ലെങ്കിൽ റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. RCS എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വരുന്ന വഴിക്ക് പറയാം. പക്ഷേ ഈ RCSൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവർ 5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയ ഒരു പ്രോബ്ലം ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ, നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ശക്തമായ സാധാരണ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 സെപ്റ്റില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ ഇത്രയും കാണുന്ന വലിയ സംഖ്യയോളം വർഷം സാധാരണ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ സ്ഥാനത്താണ് വെറും 5 മിനിറ്റ് കൊണ്ട് ക്വാണ്ടം ചിപ്പായ വില്ലോ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനേക്കാൾ പ്രായമുള്ള അത്ര രീതിയിൽ റൺ ചെയ്യേണ്ട ഒരു പ്രോബ്ലത്തെ വെറും 5 മിനിറ്റ് എന്ന് പറയുന്ന ഭൂമിയുടെ സമയം കൊണ്ട് നമ്മൾ കൃത്യമായി പരിഹരിച്ചു. അപ്പോൾ എത്രത്തോളം പവർഫുള്ളും എഫിഷ്യൻറ്റുമാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് ഈ ഒരൊറ്റ എക്സ്പ്ലനേഷനിലൂടെ ഗൂഗിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വില്ലോ എന്ന് പറയുന്ന ചിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാധാരണ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കിന് പകരം ക്യൂബിറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഏത് കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സിസ്റ്റം ഓഫ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. എന്തായാലും ക്വാണ്ടം കമ്പ്യൂട്ടറുകളും ക്വാണ്ടം ചിപ്പിൻ്റെ അകത്തുള്ള പ്രോസസ്സും ക്യൂബിറ്റും ഒക്കെ തന്നെ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു എപ്പിസോഡായിട്ട് ഇതെടുക്കാൻ പറ്റില്ല, അത് ഒരുപാട് നീണ്ടുപോകും. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ഒരു വീഡിയോയിൽ ചെയ്യാം, ഞാൻ മറക്കില്ല, ഷുവറാണ്. മറ്റ് സംശയങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, അതും കൂടെ ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ AI ടൂളുകൾക്ക് സാധിക്കും. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കൂടി വരികയാണെങ്കിൽ പല മേഖലകളിലും പലതരത്തിലുള്ള കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിനനുസരിച്ച് നമ്മുടെ സ്കില്ലുകൾ കൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഗൂഗിളും ആമസോണും ഡെല്ലും എല്ലാം പല ജോലിക്കാരെയും പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ നമ്മൾ ഈ AIയുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഞാനൊരു 3 മണിക്കൂർ ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് പരിപാടി പരിചയപ്പെടുത്തുകയാണ്. ഇത് പണമടച്ച് അറ്റൻഡ് ചെയ്യാനുള്ളതാണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിലെ ആദ്യത്തെ 1000 പേർക്ക് സൗജന്യമായി അറ്റൻഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പണമടയ്ക്കാവുന്നതാണ്. ഏകദേശം 20-ൽ പരം വിവിധങ്ങളായ AI ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ജോലി സാധ്യതകൾ കണ്ടെത്താനും നിലവിലുള്ള ജോലികൾക്ക് ശമ്പളം കൂട്ടുന്നതിനുമുള്ള മാർഗ്ഗങ്ങൾ ഇതിലൂടെ പഠിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ബിസിനസ് നന്നായി കൈകാര്യം ചെയ്യാനും ബ്രാൻഡിങ് വളർത്തിയെടുക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സെഷൻ അറ്റൻഡ് ചെയ്ത് നോക്കുക. 2025 ആരംഭിക്കുമ്പോൾ പുതിയ സ്കില്ലുകളുമായിട്ട് നല്ല സാലറിയോട് കൂടി ഒരു ജോലി നടത്താനോ പുതിയ ബിസിനസ് ആരംഭിക്കാനോ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഇത് ആൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഡെഫിനറ്റ്ലി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിനുള്ള ലിങ്ക് നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ. നമ്മുടെ ട്രഡീഷണൽ കമ്പ്യൂട്ടറുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് 0-1 എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകളാണ്. ഓൺ ഓഫ് എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകളാണ്. ഇവയാണ് നമ്മൾ ബിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പറുകളും അതുപോലെ തന്നെ ഡിജിറ്റുകളും വേർഡ്സുകളും ഒക്കെ തന്നെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്.
നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അതിനെ 0-1 എന്ന് പറയുന്ന ബൈനറി സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ബിറ്റുകൾ മാത്രമാണ് ഒരു കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എങ്കിൽ അത് 0-1 എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് 0-0, 0-1, 1-0, 1-1 അങ്ങനെയുള്ള 4 കോൺഫിഗറേഷനുകൾ ആ ഒരു കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര എണ്ണം കോൺഫിഗറേഷൻ മാത്രമേ സാധിക്കൂ. 2n എന്ന് പറയും. അപ്പോൾ 0ഉം 1ഉം മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുക എങ്കിൽ 4 കോൺഫിഗറേഷൻ ഓഫ് സ്റ്റേറ്റിൽ അതിന് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ 4 ബിറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് 16 കോൺഫിഗറേഷനിലേക്ക് പോകാൻ കഴിയും. 000, 0001, 0010, 0100 അങ്ങനെ 16 കോൺഫിഗറേഷനിൽ എത്താം. ഇപ്പോൾ 2n എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. 2/4 എന്ന് പറയുന്ന സമയത്ത് ഇത് 16 എന്ന് പറയുന്നൊരു സംഖ്യ കിട്ടുമല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടതുവശത്തു നിന്ന് ഇങ്ങനെ നമ്മൾ വലതുവശത്തേക്ക് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഓരോ നമ്പർ പറയുന്ന പോലെ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര കോംപ്ലക്സ് ആയ പ്രോബ്ലം കൊടുത്താലും അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 1/1 ആയിട്ടായിരിക്കും ഈ ബൈനറി സംവിധാനം പ്രവർത്തിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ എത്ര വലിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാലും നമ്മളൊരു പ്രോബ്ലം കൊടുക്കുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഔട്ട്കമ്മിനെ ചെക്ക് ചെയ്ത് തെറ്റും ശരിയും മാറ്റി തെറ്റാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് ശരിയാണെങ്കിൽ സ്വീകരിച്ച് ഇങ്ങനെ ഓരോ ലീനിയർ പ്രോസസ്സ് പോലെയാണ് കൺവെൻഷണൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് എത്ര പവർഫുൾ ആയാലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈനറി സിസ്റ്റത്തിനകത്തുള്ള കമ്പ്യൂട്ടേഷണൽ പവർ നമുക്ക് കാൽക്കുലേഷനുകൾ ഉപയോഗിക്കുമ്പോൾ അധികം സമയമെടുക്കുന്നത്. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ക്വാണ്ടം മെക്കാനിക്സിനകത്തുള്ള പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയും എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഇലക്ട്രോണോ ഫോട്ടോണോ ആയിരിക്കും ഈ 0-1 എന്ന് പറയുന്ന ബിറ്റിന് പകരം ഉപയോഗിക്കുക. നമുക്കറിയാം ഇലക്ട്രോണിനൊക്കെ തന്നെ സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അത് അപ്പ് സ്പിൻ ഡൗൺ സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലൂടെ നമ്മൾ വിശദീകരിക്കും. അതിനെ 2 സ്റ്റേജായിട്ട് കണക്കാക്കുകയും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അപ്പ് സ്പിന്നോ ഡൗൺ സ്പിന്നോ മാത്രം കാണിക്കുകയും ചെയ്യും. അതുവരെ ഒരു ഇലക്ട്രോണിന് 2 സ്റ്റേറ്റിൽ സൈമൾട്ടേനിയസ്ലി നിൽക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഒരു ഇലക്ട്രോണിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിശക്തമായ കാന്തിക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടറി സിസ്റ്റത്തിനകത്തോ വേണം ആ ഇലക്ട്രോണിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി നമുക്ക് അബ്സല്യൂട്ട് സീറോയോട് ചേർന്ന രീതിയിലുള്ള കൂളിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് സൂപ്പർ കണ്ടക്ടറുകളുടെ സഹായത്തോടു കൂടി ഹീലിയവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കൂൾ ചെയ്ത് നിർത്തേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കാണുന്ന ചിത്രത്തിൽ ഇതുപോലെ കാണുന്ന ഒരു സംവിധാനം ഉള്ളത്. ഇത് മൊത്തത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ല, അതിനകത്തിരിക്കുന്ന ചിപ്പ് വളരെ ചെറുതാണ്. എന്നാൽ ഈ സംവിധാനത്തെ മുഴുവൻ ഈ ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് നിർത്താൻ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൃത്യമായ രീതിയിൽ ക്യൂബിറ്റുകളാക്കി നിലനിർത്തി അവിടെ ഒരു കൊഹറൻസ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് നല്ല രീതിയിൽ കൂളിങ്ങും സംവിധാനങ്ങളും ആവശ്യമുണ്ട്. എന്ന് മാത്രമല്ല ഇതിനകത്തിരിക്കുന്ന വളരെ ചെറിയ ഇലക്ട്രോണുകളെ മറ്റ് ഇൻ്റർഫറൻസുകൾ വന്നിട്ട് ശല്യമുണ്ടാക്കാൻ പാടില്ല. ഇലക്ട്രിക്കൽ ചാർജോ മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഡിഫറൻസോ എക്സ്റ്റേണൽ നോയ്സുകളോ ഒന്നും തന്നെ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ക്യൂബിറ്റുകളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ കുറേ നേരം നമ്മൾ ആ കൊഹറൻസ് സ്റ്റേറ്റിൽ നിർത്താൻ വേണ്ടിയാണ് ആ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു 4-5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ ക്യൂബിറ്റായിട്ട് പ്രവർത്തിക്കും. അവയെല്ലാം തന്നെ ഒരേ സമയം നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്താണ് റിസൾട്ട് തരിക. അതുകൊണ്ട് സാധാരണ കൺവെൻഷണൽ കമ്പ്യൂട്ടറുകളിൽ വരുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി ചെക്ക് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് ഓരോന്നായിട്ട് നോക്കുന്നതിന് പകരം സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോട്ടിൽ ഈ ക്യൂബിറ്റുകൾക്ക് വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൻ്റെ റിസൾട്ടുകൾ കൃത്യമായി നമുക്ക് തരാൻ കഴിയും എന്നൊരു പ്രത്യേകതയാണ് സാധാരണ രീതിയിൽ ഉള്ളത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോണുമായിട്ട് സൂപ്പർ പൊസിഷനിൽ വന്ന മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്, അതായത് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ കണ്ടീഷനിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കിയ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ പോകുന്ന 2 ഇലക്ട്രോണുകളിൽ ഒന്നിനുണ്ടാകുന്ന വ്യത്യാസം അടുത്ത ഇലക്ട്രോണിനെയും എത്ര ദൂരെയാണെങ്കിലും സൈമൾട്ടേനിയസ്ലി ബാധിക്കും എന്നൊരു ക്വാണ്ടം പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഡിലേ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കുമകം പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് ഇത്ര പെട്ടെന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലങ്ങളും പ്രോസസ്സുകളും ഒക്കെ സ്പീഡപ്പ് ആക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന മേഖലയിൽ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നു. അതായത് ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവയെ സോൾവ് ചെയ്യാൻ എടുക്കുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും. അത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്ര മനസ്സിലാക്കിയിരിക്കുക, ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പാടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്താലാണോ അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അത്രത്തോളം ശക്തമാണ്. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് ഗ്രാഫിക്സ് കാർഡുകളുടെ ആവശ്യം വരുന്നത്. അത് ക്ലാസിക്കൽ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ്. എന്നാൽ ക്വാണ്ടം ചിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ സംവിധാനത്തിൻ്റെ ആവശ്യമോ സമയത്തിൻ്റെ ആവശ്യമില്ല. വളരെ
വളരെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എക്സ്പെർട്ടുകൾ പ്രധാനമായിട്ടും പറയുന്നത് നിലവിൽ, അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബിറ്റ് കോയിനുകളുടെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ക്വാണ്ടം ചിപ്പുകളിൽ നിന്നും കുറച്ച് അകലെയാണ്. അതായത് നമ്മൾ ക്വാണ്ടം ചിപ്പ് കണ്ടെത്തിയതേ ഉള്ളൂ, അതിനകത്ത് ഒരു 105 ക്യൂബിറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഏകദേശം 13 മില്യണോളം ക്യൂബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ കഴിയുന്നത്ര കോംപ്ലക്സ് ആയ പ്രോബ്ലങ്ങളാണ് സാധാരണ ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്കകത്ത് ഉള്ളത്. അതുകൊണ്ട് നിലവിൽ ഇത് ഭീഷണിയില്ല. പക്ഷേ ഈ ക്വാണ്ടം ചിപ്പുകളുടെ കപ്പാസിറ്റിയും ക്യൂബിറ്റുകളുടെ എണ്ണവും വളരെ വൈകാതെ കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ മറികടക്കാനും പെട്ടെന്ന് ഇവയുടെ ഒരു വില ഇല്ലാതാക്കുന്ന രീതിയിൽ ഇവയെ പ്രോസസ്സ് ചെയ്തെടുക്കാനും സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവയുടെ അൽഗോരിതം ക്വാണ്ടം പ്രോസസ്സിംഗ് ഫ്രീ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടോ ക്വാണ്ടം ചിപ്പുകളുടെ സഹായത്തോടു കൂടി ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ലെവലിലേക്ക് എത്തിക്കുക എന്നൊരു ആവശ്യകത ഉണ്ട് എന്ന് ഗവേഷകർ വാണിംഗ് കൊടുക്കുന്നു. അതായത് ക്വാണ്ടം ചിപ്പ് ഗൂഗിൾ വില്ലോ ആയിട്ട് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ബിറ്റ് കോയിൻ മൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോബ്ലങ്ങളും കുറച്ചുകൂടി കോംപ്ലക്സ് ആക്കി ഇവോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു പ്രാധാന്യം കൂടിയുണ്ട്. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇററും, രണ്ടെന്ന് പറയുന്നത് സ്കെയിലബിലിറ്റിയാണ്. അതായത് ക്യൂബിറ്റുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് ഇലക്ട്രോണുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അവയ്ക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും തടസ്സമുണ്ടായാൽ വലിയ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വരുന്ന റിസൾട്ടുകൾക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഇറർ ഫ്രീ ആയിട്ട് നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ വില്ലോ ചിപ്പിനകത്ത് അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറർ പ്രൂഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകതരം കോഡുകളും റിലയബിൾ ആക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള പലതരത്തിലുള്ള പരിഹാരങ്ങളും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അവലംബിക്കാൻ സാധിക്കുമെന്നാണ് ഗൂഗിൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്യൂബിറ്റുകൾ സെൻസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനുള്ള കാരണം അവർ ഇൻഫർമേഷൻ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചുകൾ, ടെമ്പറേച്ചർ ഡിഫറൻസുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് നോയ്സുകൾ, മെറ്റീരിയലിലുള്ള ചെറിയ ഇൻപെർഫെക്ഷൻ എന്നിവയൊക്കെ തന്നെ ക്വാണ്ടം ചിപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. അങ്ങനെ നിരന്തരം ഇററുകൾ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ വിശ്വസിക്കാൻ കഴിയില്ല. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്യൂബിറ്റുകളുടെ എണ്ണം കൂടുന്നോ അത്രത്തോളം തന്നെ വലിയ ഇററുകൾ ഇതിനകത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വില്ലോ എന്ന് പറയുന്ന ക്യൂബിറ്റിന്റെ ഗ്രിഡിലും ഈ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സാധാരണ 3x3 എന്ന് പറയുന്ന ഒരു സ്കെയിൽ ലെവലിൽ നിന്നും 7x7 എന്ന് പറയുന്ന സ്കെയിൽ ലെവലിലാണ് ഇപ്പോൾ ക്യൂബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വില്ലോ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വരുന്ന തെറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം 30 വർഷത്തോളമുള്ള പ്രയത്നമാണ് ഗൂഗിൾ നടത്തിയിരിക്കുന്നത്. അതിലൂടെ ഇററുകൾ കറക്റ്റ് ചെയ്യുകയും കൊഹറൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കൂടുതൽ സമയം നിലനിർത്താനും ഗൂഗിൾ ശ്രമിച്ചു. എന്താണ് കൊഹറൻസ്? അതായത് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിലോ സർക്യൂട്ടറിയിലോ ഒക്കെയാണ് ഇലക്ട്രോണുകളെ നിലനിർത്തി അവയെ നമ്മൾ ക്യൂബിറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് അധിക നേരം അങ്ങനെ നിലനിർത്താൻ പറ്റില്ല. എത്ര നേരം അതിനെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നിലനിർത്തി ക്യൂബിറ്റുകളായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ അതിനെയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊഹറൻസ് ടൈം ഈസ് ഹൗ ലോങ് എ ക്യൂബിറ്റ് സ്റ്റേയ്സ് ഇൻ എ കറക്റ്റ് ക്വാണ്ടം സ്റ്റേറ്റ് ടു പെർഫോം കാൽക്കുലേഷൻ എന്നാണ് സാധാരണ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ലോങ്ങർ ആയിട്ടുള്ള കൊഹറൻസ് ടൈമിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാനും തെറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫിസിക്കൽ ക്യൂബിറ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളാക്കി പ്രോസസ്സ് ചെയ്യാനും സാധിക്കുമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില സംവിധാനങ്ങളും സ്പെഷ്യൽ അൽഗോരിതങ്ങളും ഉണ്ട്. അതിൽ അത്തരത്തിലുള്ള ഇറർ സപ്രഷന് വേണ്ടിയും അതുപോലെ തന്നെ സ്കെയിലബിലിറ്റി ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഇത്രയും നാൾ വില്ലോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും അവർ പുറകോട്ട് മാറിക്കൊണ്ടിരുന്നത് എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ആദ്യം ഒരു റാൻഡം സർക്യൂട്ട് സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് സത്യത്തിൽ ഇതിൻ്റെ ഇററുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അതായത് റാൻഡം ആയിട്ടുള്ള ക്വാണ്ടം സർക്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുക എന്ന് കണ്ടെത്താൻ വേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകൾ ചില സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ RCSൻ്റെ സഹായത്തോടു കൂടി പലതരത്തിലുള്ള ടാസ്കുകൾ കൊടുക്കുകയും അവയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രത്തോളം തെറ്റ് വരുന്നു എന്ന് മനസ്സിലാക്കാനുമുള്ള പരിപാടികളാണ് അവർ വിഭാവനം ചെയ്തിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവയുടെ പല സിമുലേഷനുകളിലൂടെയും പല ടാസ്കുകളിലൂടെയും അതുപോലെ തന്നെ ഫാസ്റ്റർ സൂപ്പർ കമ്പ്യൂട്ടറുകളുമായിട്ട് ഇതിനെ മത്സരിപ്പിച്ചതിന് ശേഷമൊക്കെ തന്നെ എത്രത്തോളം ഇറർ ഫ്രീ ആണെന്ന് അറിയാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടറി മെത്തേഡുകൾ ഇതിനകത്തേക്ക് അവർ പരീക്ഷിക്കാൻ ആരംഭിക്കുകയും അങ്ങനെ നോക്കി വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഇററിൽ വില്ലോ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ചിപ്പ് സെറ്റ് ചെയ്യാനും ഗൂഗിളിന് സാധിച്ചു.
ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പുകളും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ നമുക്കറിയേണ്ടത് സത്യത്തിൽ ഇതുകൊണ്ട് സാധാരണക്കാരന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. ഈ സാധാരണക്കാരൻ എന്ന് വാദിച്ചത് നമുക്ക് നേരിട്ട് ബെനിഫിറ്റ് ആവുന്ന എന്തെങ്കിലും കണ്ടെത്തൽ ഈ ഒരു ചിപ്പ് കൊണ്ട് നടത്താൻ സാധിക്കുമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന് സിമുലേഷനുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ്, പ്രത്യേകിച്ച് മോളിക്യുലാർ സിമുലേഷനുകൾ. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചതാണെങ്കിലും അവയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വളരെ ചെറിയ മോളിക്യൂളുകളുടെ ഗുണങ്ങൾ അവർക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് ഡിഫറൻറ്റ് ഇൻട്രാക്ഷൻസുകളെയും ബോണ്ടുകളെയും നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓരോ കോമ്പൗണ്ടുകളും ഓരോ കണ്ടീഷനുകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന മരുന്നുകളെ വികസിപ്പിച്ചെടുക്കാനും ഈ ക്വാണ്ടം അൽഗോരിതത്തിലൂടെ സാധിക്കും. അതുപോലെ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ കണ്ടെത്താനും ഏതെങ്കിലും ഒരു പുതിയ മെറ്റീരിയലിനെ പരീക്ഷിച്ചിട്ട് ഇപ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയേക്കാൾ എഫിഷ്യൻ്റായ മറ്റൊരു ബാറ്ററി കണ്ടെത്താനുള്ള ഒരു സിമുലേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകം തന്നെ മാറി മറിയും. അത് അവിടെ മാത്രമല്ല, സപ്ലൈ ചെയിൻസിലായാലും ഇലക്ട്രിക്കൽ ഗ്രിഡിലായാലും ന്യൂക്ലിയർ ഫ്യൂഷൻ സിമുലേഷനിലായാലും ഒക്കെ തന്നെ ഉപയോഗിക്കുകയും അതിലൂടെ നമുക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി സൊല്യൂഷനുകൾ ഉണ്ടാക്കാനും സാധിക്കും. ഇങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കുന്നവയ്ക്ക് ആക്യുറസി ഉണ്ടാകും എന്ന് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ള പല ബൗണ്ടറികളെയും മറികടന്നിട്ട് കാര്യങ്ങളെ കൂടുതൽ പഠിക്കാനും നമ്മുടെ ജോലികൾ കൂടുതൽ എളുപ്പത്തിനാക്കാനും സാധിക്കും. എന്നാൽ ഇതിന് ഇനിയും പ്രോസസ്സും ഗവേഷകരുടെ ആവശ്യവും ഒക്കെ വേണം. അതിനുവേണ്ടി അവർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൂഗിള്. ലോകത്തുള്ള പലതരത്തിലുള്ള വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെ ഈ RCS എന്ന് പറയുന്ന സംവിധാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് കൂടുതൽ എളുപ്പമാക്കാനും ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ക്വാണ്ടം ഇറർ കറക്ഷനുമായി ബന്ധപ്പെട്ട കോറിയ എന്ന് പറയുന്ന കോഴ്സൊക്കെ ബിൽഡ് ചെയ്തിട്ട് അത് സാധാരണക്കാർക്ക് അവൈലബിൾ ആക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ഗൂഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് AI എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും. അതിൽ ഹെർമുട്ട് നെവാൻ എന്ന് പറയുന്ന ഗൂഗിൾ ക്വാണ്ടം AIയുടെ ഹെഡ് സംസാരിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഇതെങ്ങനെയാണ് ഇന്ന് വരെ കടന്നു വന്നത് എന്നതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 2017 ഫോക്സ്റ്റാൽ എന്ന് പറയുന്ന ഒരു AI ചിപ്പ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. 2018 ബ്രിസ്റ്റിൽ കോൺ എന്ന് പറയുന്ന ഒരു ചിപ്പിനെ അവതരിപ്പിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അവർ കൊണ്ടുവന്ന 2019 സിംഗാമോർ എന്ന് പറയുന്ന ഒരു ചിപ്പായിരുന്നു. അവയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വില്ലോ എന്ന് പറയുന്ന ചിപ്പിനെ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കൊഹറൻസ് ടൈം കൂട്ടുക, ക്യൂബിറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നതിലൂടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വിപ്ലവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ഒരു മേഖല കൂടുതൽ വികസിക്കുകയും കൂടുതൽ ക്യൂബിറ്റ് നമ്പറുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇററുകളൊക്കെ ഇല്ലാതാവുകയും വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടാക്കും. അത് റിയൽ ടൈമായിട്ട്, അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനത്തെ പോലും നേരിട്ട് സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസിനെയൊക്കെ വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ലോകം മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്ത് അഥവാ STEM എന്ന് പറയുന്ന ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളെക്കുറിച്ചുള്ള പഠന മേഖലയിലേക്ക് പുതിയ ജനറേഷൻ എത്തിച്ചേരുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്താൽ ജോലി സാധ്യതയും വലുതാണ്. അതിലൂടെ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും വളരെ വലുത് തന്നെയാണ്. പരമാവധി സംശയങ്ങൾ ചോദിക്കുക. അത്രത്തോളം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് ചെയ്യാം. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.